ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അബ്രയിലോട്ടാണ്. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അബ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോട്ട് ജെട്ടി കേട്ടോ. അത് ഒരു കായലുണ്ടാക്കിയതാണെന്നൊക്കെ അവർ പറയണത്, വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നേരെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുന്നതാണ് ഇതിൻ്റെ ഒരു അറ്റം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നല്ല ബോട്ടുകളൊക്കെ ഉണ്ട്, കുറേ അലങ്കരിച്ചൊക്കെ. അതിൽ ഓരോ മണിക്കൂറിനും ഓരോ ദിവസത്തിനും ഇല്ലതാണ് തോന്നുന്നു, അങ്ങനെയൊക്കെ അവിടെ പറഞ്ഞത്. തന്നെയാണ് അതിൻ്റെ സീനറി. ഇത് കായലാണോ? ഇത് കായലല്ല, കായലാണ് അബ്രയില്. നിങ്ങളിങ്ങനെ നിങ്ങളുടെ കദ്വേക്കും എത്തിക്കഴിഞ്ഞിട്ടില്ല. അവിടെ കുറെ കൂട്ടം കാണുന്നുണ്ട്, അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കൂട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അലങ്കരിച്ചിരിക്കണം. ഇത് സംഭവം സാറാട്ടോ. അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വേണം, കൊച്ചിയിലൊക്കെ അല്ലേ ഉണ്ടാവുക. കാരണം ഇതുപോലെ ഇവിടെ കായലുണ്ടാക്കിയിട്ടാണ്. വേറെ ഐറ്റം റോസ്റ്റാണ്. എന്താ പറയാം. അപ്പോൾ വീഡിയോ ചെറുക്കിന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടില്ലേ. ഇത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു ഇടങ്ങാറായതുകൊണ്ടാണ്. കോപ്പറൊന്നുമല്ല, നമ്മൾ ഫോണിൽ എടുക്കണം, അതുകൊണ്ടാണ്. ബോട്ട് കയറാൻ പോവാം. അപ്പോൾ ബോട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ ബോട്ട് എടുക്കാൻ പോയപ്പോൾ അത് ഇപ്പോഴും ഒരു ദിർഹം തന്നെ ഉള്ളൂ, അതിന് മാത്രമേ ഇവിടെ ചാർജ് കൂടാത്തുള്ളൂ. അപ്പോൾ ബോട്ട് എടുത്ത് പോകാൻ പോവാണ്. അപ്പോൾ സൗണ്ടാന്ന് പറഞ്ഞുകൊണ്ടറിയില്ല, ഭയങ്കര ചിലമ്പലാണ്, മരിക്കും ചിലമ്പാണ്. അതേമാതിരി ഭയങ്കര സൗണ്ടാണ്. ഈ ബോട്ടിൻ്റെ സൗണ്ട് ഇതായിട്ട് ആ പാടെ ചിലമ്പലായിരുന്നു, അതുകൊണ്ടാണ് അവിടുന്ന് പറയാറുള്ളത്. അപ്പുറത്തുള്ള സീനറിയാണ്. അതൊക്കെ പകല് വന്ന് വീട്ടിലെടുക്കുന്നതാണ്, നോക്കിയില്ല. രാത്രി അപ്പുറം അടിപൊളിയാട്ടോ കാണാൻ. പക്ഷെ പകൽ ഇതിനേക്കായി നല്ല അടിപൊളിയാണ്. കാരണം പക്ഷികളൊക്കെ പറക്കണത് അതൊക്കെ ഒരു 5 മണിക്ക് ശേഷം കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഇപ്പോൾ തന്നെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ദുബായിൽ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണത് അബ്ര. അങ്ങനെ അടിപൊളി സ്ഥലമാണ്. കാരണം പകലൊക്കെ വരണം, വരുമ്പോൾ അങ്ങനെ വരണം, രാത്രി വരരുത്. നമ്മളിത് മാർക്കറ്റിൽ കയറി കൊടുക്കണം. മാർക്കറ്റിന്റെ പേര് മീന ബസാറ. ഇതന്നെ അബ്ര ഇവിടെ ഉള്ളത്.
മാർക്കറ്റിന്റെ പേര് അത് എന്താ? അബ്ര. അബ്ര കേട്ടോ. ഞങ്ങൾ ബസാറിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുക. നമ്മളെ നാട്ടിലത്തെ മാതിരി കരിമ്പ് അതൊക്കെ തന്നെയാണ് അബ്ര. ബസാറിലുണ്ട് അബ്ര. ദുബായിന്റെ എന്താ ഊതിന്റെ സ്പൈസസ് ആട്ടോ കാര്യമായിട്ട്. സ്പൈസസുകളാണ്, ഓരോ സ്പൈസസാണ്. സ്പൈസസുകളും അവിടെ പെണ്ണുങ്ങൾ എന്തൊക്കെയോ ഉടുപ്പാണ്, അതൊന്നും എനിക്ക് മനസ്സിലാണില്ല. കല്ലിലൊക്കെ വെച്ചിട്ട് രാജാക്കന്മാർ ഉപയോഗിക്കുന്നത്. അതാണത്. രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന അതൊന്നാവൂല. അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടോ കുറെ ഒട്ടകങ്ങളിന്റെ ഒക്കെ സ്പൈസസും സാഫ്രോണും എല്ലാ സാധനവും ഉണ്ട് അതില്. സാഫ്രോണൊക്കെ ഏതാ ഐറ്റംസ് ഒന്നും അറിയില്ല. സ്പൈസ് ഊതും പുകയിനുണ്ടാവും, ഊതിന്റെ സ്മെല്ല്. ഇത് പഴയ സാധനങ്ങളാണ്, അതിലൊന്നും അറിയില്ല. എന്തോ കൊണ്ടുവരാതെ പഴയ നാണയത്തിന്റെ ആണ്, എന്താണെന്ന് അറിയില്ല, ഇതിന്റെ ഒന്നും അറിയില്ല. ഇത് എത്രയാണ് മറ്റൊന്നും അറിയില്ല. ഒന്നാണ് $1851. നല്ല കല്ല്.